ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. കുമാരനാശാൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുമാരനാശാൻ ജനിച്ചത് 1873 ഏപ്രിൽ 12 കായ്ക്കരയിലാണ്. കുമാരനാശാൻ്റെ അച്ഛൻ നാരായണനും അമ്മ കാളിയുമായിരുന്നു. കുമാരനാശാൻ്റെ കുട്ടിക്കാലത്തെ പേര് കുമാരു എന്നായിരുന്നു. സ്നേഹഗായകൻ എന്ന് കുമാരനാശാൻ അറിയപ്പെടുന്നു. ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചു. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ഡോക്ടർ പൽപ്പുവാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശാൻ. കുമാരനാശാനെ മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് 1922. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ. AR രാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി മലയാളത്തിൽ ശ്രീബുദ്ധചരിതം എന്ന പേരിൽ തർജ്ജമ ചെയ്തത് കുമാരനാശാനാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. മതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാൻ്റെ കൃതിയാണ് ചണ്ഡാലഭിക്ഷുകി. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉത്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ്റെ പ്രധാന കൃതികൾ നളിനി, ലീല, ശ്രീബുദ്ധചരിതം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, സിംഹപ്രസവം, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, കരുണ, ചണ്ഡാലഭിക്ഷുകി എന്നിവയാണ്. റെഡിമീർ ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ മരിച്ചത്. 1924 ജനുവരി 16 കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നേക്കലിലാണ്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.